ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനെ അനുഗമിക്കുന്ന സ്ത്രീകൾ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, യഹൂദരുടെ പുരുഷന്മാരുടെ ഇടയിൽ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ദൈവമേ, അങ്ങ് എന്നെ ഒരു മൃഗമായോ ഒരു സ്ത്രീയായോ സൃഷ്ടിക്കാത്തതിൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന്. സ്നേഹമുള്ളവരെ, അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീയെ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയും പാർശ്വവൽക്കരിക്കുകയും ചെയ്ത ഒരു കാലത്താണ് ഈശോ സ്ത്രീകളെ തൻ്റെ ഒപ്പം കൂട്ടുകയും എല്ലാ കാര്യത്തിലും കൊണ്ടു നടക്കുകയും ചെയ്യുന്നത്. അതും സമൂഹം ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തിയിരുന്ന സ്ത്രീകളെ. സ്നേഹമുള്ളവരെ, ഈശോയ്ക്ക് എല്ലാവരോടും സ്നേഹമാണ്. അത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ പാപിയെന്നോ നീതിമാനെന്നോ വ്യത്യാസമില്ല. എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന യേശു പാപത്തെ വെറുക്കുന്നു, എന്നാൽ പാപിയെ സ്നേഹിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം എപ്രകാരമാണ്? ഈശോയ്ക്കുണ്ടായിരുന്നത് പോലെ എല്ലാവരെയും സ്നേഹിക്കുവാൻ, എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആലോചിക്കുക. മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ മാറ്റങ്ങൾ വരുത്തി ജീവിതത്തെ കൂടുതൽ സന്തോഷകരമായി മുന്നോട്ട് നയിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ദൈവം അനുഗ്രഹിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആമേൻ.